സാറ് പറഞ്ഞ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാരും ഫുഡ് കഴിക്കണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. അല്ല മോനെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മോന്റെ മുഖം ഏത് നേരവും ഇങ്ങനെ എല്ലാ പല്ലും പുറത്തിട്ടേ ഇരിക്കുള്ളോ? എന്താ അമ്മ ഇത്? അമ്മക്ക് ദേ അയാൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, അത് കഴിക്കൂ. അയാളെ പറ്റി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് സാരയില്ല സാറേ, ഇവിടെ വരുന്ന എല്ലാരും ചോദിക്കും, ഞാൻ ജനിച്ചപ്പോ മുതൽ എന്റെ മുഖം ഇങ്ങനെയാ. നിങ്ങൾ വേഗം കഴിക്ക. ഓ, ഇത് ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ. ചിക്കനും ഫിഷും സാലഡും. ചേട്ടനുണ്ടാക്കിയതാണോ ഇതെല്ലാം? അയ്യോ ഞാനല്ല മാഡം, ഇതൊക്കെ ഈ വീടിന് തൊട്ടപ്പുറത്തുള്ള ഒരു മാലതിയുണ്ട്, അവരുണ്ടാക്കി ഇങ്ങോട്ട് കൊടുത്തഴക്കുന്നതാ. അവരാ ഇവിടത്തെ കുക്ക്. ഇവിടെ വരുന്ന ഗസ്റ്റിനെല്ലാം അവരുടെ വീട്ടിലുണ്ടാക്കും, എന്നിട്ട് ഞാനത് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെയാ. അത് കൊള്ളാം. ഇവിടത്തെ കുക്കാണെങ്കിൽ പിന്നെ എന്തിനാ അവരുടെ വീട്ടിൽ പോയി ഉണ്ടാക്കണേ? ഇവിടെ ഉണ്ടാക്കിയാ പോരെ, ഇവിടെ അടുക്കളയില്ലേ? അത് അവർ ഈ സമയത്ത് ഇങ്ങോട്ട് വരില്ല, പകല് വരും. അതെന്ത് പറ്റി? അത് മാഡം, സന്ധ്യ കഴിഞ്ഞാ അവർ ഈ വഴി വരില്ല, അതാ. അതെന്താണോ അവര് വരാത്തെ? ഇവിടെ വല്ല പ്രേതമുണ്ടോ? എന്താ അമ്മ ഇവിടെ വന്നപ്പോ മുതൽ പ്രേതം 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 എന്ന് പറഞ്ഞോണ്ടിരിക്കണേ? അത് ആ മാഡത്തെ വഴക്ക് പറയണ്ട, അവര് പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട്. കാര്യമുണ്ടെന്നോ? താനെന്താ പറഞ്ഞു വരുന്നേ? ഇവിടെ പ്രേതം ഉണ്ടെന്നോ? അയ്യോ സാറേ, ഇവിടെയല്ല. ഇവിടെ അല്ലെങ്കിൽ ഒന്ന് തെളിച്ചു പറ. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണ മാലതിയുടെ വീടിനടുത്തൊരു പറമ്പുണ്ട്. അതായത് നമ്മളുടെ ഈ ബംഗ്ലാവിന്റെ അപ്പുറത്തെ പറമ്പ്. അവിടെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ഇവിടെ നിൽക്കാൻ വന്നൊരു കുട്ടിയെ അതിന്റെ പാവയും കൊണ്ട് അതുവഴി പോകുന്ന വഴി അതിന്റെ പാവ കിണറ്റിൽ വീണു പോയി. പാവേനെടുക്കാൻ വേണ്ടി കുട്ടിയും കിണറ്റിലോട്ട് ചാടി. ആ കുട്ടി മരണപ്പെട്ടു. അതിൽ പിന്നെ മാലതി ആ പറമ്പിലൂടെ നടന്ന് ഇങ്ങോട്ട് വരില്ല. ഭക്ഷണം എല്ലാം ഉണ്ടാക്കി അവിടെ വെക്കും, ഞാൻ പോയി എടുത്തോണ്ട് വരും. കുട്ടി മരണപ്പെട്ടെന്നോ? മാഡം, അതൊക്കെ പണ്ടത്തെ കഥയല്ലേ. 2-3 വർഷമായി അത് സംഭവിച്ചിട്ട്. ഞങ്ങൾക്കിവിടെ ഒരു കുഴപ്പമില്ലല്ലോ. അതുമല്ല, അത് ഇവിടെയല്ല, അപ്പുറത്തെ പറമ്പിലല്ലേ. അതെന്തായാലും ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾക്കിവിടെ കഴിയാം. ഞാൻ മാലതി വരാത്ത കാര്യം മാത്രം പറഞ്ഞതാ. ശരി ശരി, നിങ്ങളെല്ലാരും കഴിക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പാവം, ഏത് കുട്ടിയാണാവോ കിണറ്റി വീണ് മരിച്ചത്? എന്തായാലും കുഴപ്പമില്ല, ഇവിടെയല്ലല്ലോ, അപ്പുറത്തെ പറമ്പിലല്ലേ. എല്ലാരും അതും ആലോചിച്ചോണ്ട് നിൽക്കണ്ട, വേഗം ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്ക്. അറിയാലോ, നാളെ രാവിലെ എണീക്കണം. ഇവിടെ മുറ്റത്തൊക്കെ ഒത്തിരി കാണാനുണ്ട്. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, നമുക്ക് കുളിക്കൊക്കെ വേണ്ടേ. അതുകൊണ്ടേ നമുക്കിവിടെ അടിച്ചു പൊളിക്കണം. അയാൾ പറഞ്ഞ കഥ നിങ്ങൾ ഓർത്തിരിക്കേണ്ട, അത് അപ്പുറത്തെ പറമ്പിലെ കഥയാ. നല്ല സൂപ്പർ ഡിന്നർ അല്ലേ ചേച്ചി? ശരിയാടി, എന്തോരം ഐറ്റംസ് ആയിരുന്നു. വയറ് നിറഞ്ഞു, ഇനി ഒന്ന് കിടന്നാ മതി. അത് ശരിയാണല്ലോ. ഈ കുണിക്ക് എന്തായി നോക്കി നിൽക്കുന്നേ? കുണിക്ക് നമുക്ക് കിടക്കണ്ടേ? അത് എവിടെ എവിടെയെങ്കിലും കാണും, നീ കിടന്നോ. കിണറ്റിലെ പാവയോ? ചേച്ചി, ഇവള് പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ? നമ്മള് ഡിന്നർ കഴിച്ചോണ്ടിരിക്കുമ്പോ ആ ജോലിക്കാരൻ പറഞ്ഞില്ലേ, അപ്പുറത്തെ പറമ്പിലെ കിണറ്റിലൊരു പാവ പോയപ്പോ അതെടുക്കാൻ ചാടിയ കൊച്ചു മരിച്ചു എന്നൊക്കെ. ആ പാവയാണോന്ന് ഇവള് ചോദിക്കുന്നേ. എന്റെ പൊന്നു കുണിക്ക്, വന്നപ്പോ മുതൽ ഇവള് തുടങ്ങിയതാ ഒരു പ്രേതം പാവ പാവ. നീ ഈ ടൂറ് കോളം വെക്കും. അത് തന്നെ, അയാൾ പറഞ്ഞത് അപ്പുറത്തെ പറമ്പിലെ കാര്യമല്ലേ. ആ പാവ എങ്ങനെ ഇവിടെ വരുന്നേ? മനുഷ്യനൊന്ന് സമാധാനത്തോടെ കിടക്കാൻ വന്നതാ, ഇവിടെ കൊണ്ട് തോറ്റല്ലോ. അയ്യോ കുണുക്ക, പേടിക്കണ്ട കേട്ടോ. കുണിക്ക് എങ്ങനെ വെറുതെ പറയുക? കുണുക്കെന്തേ ചേച്ചിമാരുടെ നടുക്ക് കിടന്നു. കുണിക്ക് നീയും വാടി. പേടിക്കണ്ട, ചേച്ചിമാരില്ലേ, പിന്നെന്താ. എന്റെ ദൈവമേ, ഇവളെ കൊണ്ട്. അച്ചാമ്മയോ? എന്താ അച്ചാമ്മ വന്ന് പേടിപ്പിക്കുന്ന? മനസ്സിൽ നല്ല ജീവൻ അങ്ങ് പോയി. അച്ചാമ്മ എന്താ ഞങ്ങൾ കൊല്ലാനായിട്ട് വന്നതാണോ ടൂറിന്? പേടിച്ചു പോയല്ലോ. അപ്പൊ പ്രേതത്തിനെങ്കിലും പേടിയുണ്ടല്ലേ? എന്റെ ദൈവമേ, എനിക്ക് ഇനി സത്താലും മതി. ഈ ലോകത്ത് നിങ്ങൾക്ക് ആരെങ്കിലിനൊക്കെ പേടിയുണ്ടല്ലോ. എന്റെ ദൈവമേ. അച്ഛാമ്മ ഇനി ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ, ഞാൻ അച്ഛനോട് അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു ഓർത്തോ. എന്റെ ദൈവമേ, മുറി കയറി വന്നൊന്ന് ടോന്ന് പറഞ്ഞതിനാണോ നിങ്ങൾ ഇത്ര ദേഷ്യപ്പെടുന്നത്? ഞാൻ അങ്ങ് പോയേക്കാം. നിങ്ങൾ ഉറങ്ങിയൊന്ന് അന്വേഷിക്കാനായിട്ട് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ഇനി ടോന്ന് പറയാനില്ല, ടീന്ന് പറയാനില്ല. നിങ്ങളൊക്കെ ഉറങ്ങാം. നിങ്ങളിവിടെ ഉണ്ടോ അല്ലെങ്കിൽ പ്രേതം പിടിച്ചോന്ന് അറിയാൻ വേണ്ടി ഒന്ന് വന്നു മാത്രം. അയ്യോ, പ്രേതം പ്രേതം പ്രേതം. അച്ഛൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നേ? ഞാനല്ലല്ലോ, ആ ജോലിക്കാരനും പറഞ്ഞല്ലേ കിണറ്റിലെ പാവയും പ്രേതത്തിന്റെയും കഥ. അത് ഓർത്തുകൊണ്ട് പറഞ്ഞതാ. നിങ്ങൾ നാമം ചൊല്ലിച്ചും കിടക്ക്, ഞാൻ എന്നാ പോവുക. അങ്ങനെ ഏറ്റവും വലിയ മുറിയിൽ ഇവള് മാരിപ്പ സുഖിക്കണ്ട. ഈ അച്ഛമ്മനെ കൊണ്ട് തോറ്റല്ലോ. നിങ്ങൾ ഇപ്പോഴും പേടിച്ചിരിക്കുവാണോ? ദേ കിടന്നുറങ്ങിക്കോട്ടോ, ഒന്നും പേടിക്കണ്ട. ഈ മുറിയെ ഈ റിസോർട്ടിലെ ഏറ്റവും വലിയ മുറിയാ. അത് കിട്ടാത്തതിന്റെ അസൂയ അച്ഛമ്മക്ക്. അച്ഛൻ പറഞ്ഞില്ലേ നമ്മളോട് ഇവിടെ കിടന്നാൽ മതിയെന്ന്. അതുകൊണ്ടേ നമ്മൾ അച്ഛമ്മക്കൊന്ന് വിട്ടുകൊടുക്കണ്ട, സന്തോഷിച്ച് കിടന്നോ.
എന്നാലും ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കണോ? ഇനി അതൊന്നും പറഞ്ഞ് കളയണ്ട, വേഗം കിടന്നുറങ്ങിക്കോ. അച്ഛൻ പറഞ്ഞില്ലേ നാളെ ഇവിടെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന്. രാവിലെ എണീറ്റ് നമുക്ക് അവിടെയൊക്കെ പോകണം, സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കണം. അതുകൊണ്ട് ഇനി വൈകണ്ട, കിടന്നുറങ്ങാം. എന്താ ആര് കരയുന്നേ? എടി കുണിക്കല്ലേ കരയുന്നേ? എണീക്ക് കുണിക്കി. നീ എന്തിനാ കരയുന്നേ? കുണിക്കി മോളെ, കുണിക്കി. അയ്യോ എന്ത് പറ്റി? എന്താ പറ്റിയേ? പ്രേതോ? എന്നിട്ട് ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ. എന്റെ ദൈവമേ, കൊച്ചു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതാ ഈ പേടിച്ച് കരയണേ. കുണിക്ക് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ഇത് സ്വപ്നം കണ്ടതാ? അല്ലാതെ അങ്ങനെ ഒന്നും ഇല്ല. എന്റെ ദൈവമേ, എനിക്ക് അപ്പോഴേ തോന്നി അച്ഛമ്മ ലാസ്റ്റ് വന്ന് ഈ പ്രേതമുറിയാന്നൊക്കെ പറഞ്ഞപ്പോ ഈ കൊച്ചു പേടിക്കുമെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? കുണുക്കിനാണെങ്കിൽ ഉറങ്ങുക. നമുക്ക് അച്ഛനമ്മേനെ വിളിക്കാം. ഈ കുണിക്ക് കരയണ കണ്ടില്ലേ? അച്ഛനമ്മേനെ വിളിച്ചിട്ട് എന്തിനാ അവരുടെയും കൂടി ഉറക്കം കളയാനോ? പിന്നെ വിളിക്കാതെ എങ്ങനെയാ ചേച്ചി? കൊച്ചിനെ എങ്ങനെ സമാധാനിപ്പിക്കും? നമ്മുടെ എല്ലാവരുടെയും ഉറക്കം കളഞ്ഞിട്ട് ഒരാൾ അവിടെ സുഖിച്ചുറങ്ങുന്നുണ്ടല്ലോ. ആര്? അതെ, അച്ചാമ്മ. നമ്മളെ ഈ മുറി കിട്ടാത്തതിന് പ്രേതമെന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അച്ചാമ്മ അവിടെ കിടന്ന് ഉറങ്ങുക. നമുക്ക് അച്ചാമ്മനെ പേടിപ്പിക്കണം. അതെങ്ങനെ ഇനി അച്ചാമ്മനെ പേടിപ്പിക്കാം? കുണുക്കിന് എന്തായാലും ഉറങ്ങട്ടെ. അച്ചാമ്മയുടെ മുറി അപ്പുറത്തല്ലേ? നീ ആ വെള്ള പുതപ്പ് എടുത്തോണ്ട് വാ, നമുക്കൊന്നൊരു പണി ഒപ്പിക്കണം. ഇനി ഇപ്പൊ കിണറ്റിലെ പാവ ഇവിടെ എങ്ങനെ പ്രേതോട്ട് വരുമോ? ആര് വരാൻ? നന്നായിട്ടൊന്ന് ഉറങ്ങണം. പാവ പിള്ളേരെ പേടിപ്പിച്ച് കരയിച്ചിട്ട് അച്ചാമ്മ ദേ ഇവിടെ കിടന്ന് വണ്ടി ഓടിച്ച് കളിക്കുന്നു. അത് വണ്ടി ഓടിക്കൊന്നും അല്ലടി, അത് കൂർക്കം വലിക്കുക. അയ്യോടി കുണിക്കി ഒന്നും മിണ്ടാതിരിക്കും, അച്ചാമ്മ എണീക്കും. വേഗം എല്ലാരും വെള്ള പുതപ്പ് തലവഴി ഇട്ടോ. കുണിക്കി കുറച്ച് കേറി നിൽക്കേ. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അപ്പൊ തുടങ്ങിക്കോ. പേടിക്കില്ലെന്ന് മാത്രമല്ല, കൂർക്കം വരെ ചുറങ്ങുന്നേ കണ്ടില്ലേ? എന്ത് ഐഡിയാണെങ്കിലും ചെയ്തൊന്ന് പേടിപ്പിക്കേ. ചേച്ചി അയ്യോ എന്റെ ദൈവമേ, ഗീതേ, മാധവ അവിടെ നിക്ക്. അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഞങ്ങളുടെ പാവതാ. ഇവിടെ കിടന്ന് ചാടിയാലൊന്നും പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കിണറ്റിലെ പാവതാ. എന്റെ ദൈവമേ, അപ്പൊ ഇത് ആ പ്രേതം തന്നെ, കിണറ്റിലെ പാവ വീണ പ്രേതം. മാധവ, ഗീതേ, രക്ഷിക്കണേ. അച്ഛമ്മ പേടിച്ചു. എനിക്ക് അത് മതി. ചേച്ചി, നമ്മുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയേക്കണേ. അവരറിഞ്ഞ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? എന്ത് പ്രശ്നോടി? അവരറിഞ്ഞ ഒരു പ്രശ്നവും ഇല്ല. അച്ഛമ്മ വല്ല സ്വപ്നം കണ്ടതാണെന്ന് അവര് പറഞ്ഞോളും. കുണിക്കിയുടെ അച്ഛന അച്ഛമ്മ പേടിച്ചെണീറ്റേ. വീട് നോക്കടി, അച്ഛനും അമ്മയും എണീറ്റിട്ടുണ്ട്. അവർ ചിലപ്പോ ഇങ്ങോട്ട് വരും. ചേച്ചി, എന്നാ ഈ വെള്ളപ്പുതപ്പ് എടുത്തോണ്ട് നമുക്ക് ഓടാം. വേഗം അപ്പുറത്തെ മുറി പോയി കിടക്കാം. ഓടിക്കോ.